ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രശസ്തരായ പല ആൾക്കാരും വിഷൻ ബോർഡിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അബ്ദുൽ കലാം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ദ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്: സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കാണാൻ സാധിക്കണമെന്ന്. അപ്പോൾ ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് വിശകലനം ചെയ്ത് പറയാം. നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ, അതിനു മുമ്പ് അതിനെ വ്യക്തമായി കാണാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതായത് നമുക്ക് വേണ്ടത് എന്താണോ അതിനെ വ്യക്തതയോടുകൂടി കാണാനുള്ള കഴിവ് നമുക്ക് വേണം. അതിന് പറയുന്ന പേരാണ് വിഷ്വലൈസേഷൻ എന്ന് പറയും. അത് കൃത്യമായി അറിയുന്നവർ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പലരും വിഷൻ ബോർഡിൽ വന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യം, സാറേ എനിക്കൊരു വീട് അല്ലെങ്കിൽ എനിക്കൊരു കാറ് വാങ്ങിക്കണം, പക്ഷെ ഏത് കാറാന്ന് എനിക്ക് അറിയില്ല. സോ ഇറ്റ് വിൽ നോട്ട് വർക്ക് ഫോർ യു. നമുക്ക് എന്ത് കാറാണ് വാങ്ങിക്കേണ്ടത്, ഏത് കളർ കാറാണ്, എത്ര രൂപ വരും, കാരണം ഇങ്ങനെ കൃത്യമായ ഒരു വിഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണമെന്ന് മാത്രം ചിന്തിക്കാൻ പറ്റും, ഒരു കാറ് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു വീട് വേണമെന്നുള്ളൂ, പക്ഷെ വീട് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ പണ്ട് ആലോചിച്ചു, എനിക്കൊരു പുസ്തകം എഴുതണം എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എഴുതി കഴിഞ്ഞപ്പോൾ ഏത് പുസ്തകം എന്ന് ഞാൻ ആലോചിച്ചില്ല. ഒരു പുസ്തകം എന്തായാലും പബ്ലിഷ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവസാനം എഴുതി വന്നപ്പോൾ അത് മറ്റുള്ളവർ ഗുണപരമാകുന്ന രീതിയിൽ മനസ്സൊരു വിസ്മയം തന്നെ ആയി എന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങനെ സംഭവിക്കും. അല്ലെങ്കിൽ വ്യക്തമായ ധാരണയോടുകൂടി ഇതാക്കുക. അപ്പൊ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം എന്നുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണമെന്നുള്ളത്. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തികളായി മാറുന്നു, പ്രവൃത്തികൾ ജീവിതമായി മാറുന്നു. ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ. നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ചിന്തകളാക്കി മാറ്റണം. ചിന്തകൾ പ്രവൃത്തികളായി മാറും, ഓട്ടോമാറ്റിക് മാറും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞാണ്, നമ്മുടെ കലാമിന്റെ ജീവിതത്തെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും വിശകലനം ചെയ്യണം. ഇതൊക്കെ ഇത്തരം ആൾക്കാരെ വിശകലനം ചെയ്ത് തന്നെ പോകണം. കാരണം ഒരു കംപ്ലീറ്റ് ഒരു വിഷൻ ബോർഡിന്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു സാധാരണ കുടുംബത്തിൽ, അല്ലെ, നമുക്ക് എല്ലാവർക്കും വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വന്ന് വളർന്ന് സാധാരണ വിദ്യാഭ്യാസങ്ങളൊക്കെ നടന്നു വന്ന് അവിടെ നിന്ന് വളർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയായതും ഇന്ത്യയെ ഒരു വലിയ ശക്തിയെ, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ശക്തിയായി മാറ്റിയതും മിസൈൽ മാൻ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അണുബോംബ് ആണവായുധം പരീക്ഷയുമായി ബന്ധപ്പെട്ട് അങ്ങനെയെല്ലാം ഇദ്ദേഹം കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ഒക്കെ ഇതിന് ഒരു തെളിവായി നമ്മൾ എടുക്കണം. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, യുവതലമുറയോട് പറയുന്ന വാക്കുകളൊക്കെ വെച്ചാൽ വളരെ ലാളിത്യത്തോടു കൂടി വളരെ സിംപ്ലിഫൈ ആയി വലിയ സ്വപ്നങ്ങൾ കാണാൻ എല്ലാവരെയും പഠിപ്പിക്കുക. ആ സ്വപ്നങ്ങൾ ഒരു വിഷൻ ബോർഡ് എന്ന പോലെ ജീവിതത്തിൽ അദ്ദേഹത്തെ മനസ്സിൽ കൊണ്ട് നടക്കുക. അത് പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തതയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഈ വിഷൻ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളോട് അന്ന് ഞാൻ എന്റെ കാര്യത്തിൽ പറയാം, 2031 ഡിസംബറിൽ എവിടെ നിങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ ഉത്തരവുണ്ട്. കാരണം എന്റെ വിഷൻ ബോർഡിൽ അത് ഓൾറെഡി ഉണ്ട് എന്നുള്ളത്. അത്രയും വ്യക്തമായി നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രത്തൻ ടാറ്റയുടെ ജീവിതത്തെ പറ്റിയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക എപ്പോഴും: ഇരുമ്പിനെ നശിപ്പിക്കാൻ അതിന്റെ തുരുമ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണ്? ഇരുമ്പിനെ നശിപ്പിക്കാൻ അതിന്റെ തുരുമ്പിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. നമുക്ക് മാത്രമാണ് അതിന് സാധ്യതയുള്ളതും കഴിവുള്ളതും. അപ്പോൾ നമുക്ക് സ്വപ്നം കാണാൻ കഴിവുണ്ടായാൽ മാത്രം പോരാ, ആ സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നത് നമ്മുടെ തന്നെ കഴിവാണ്. പക്ഷെ നമ്മളിലുള്ള തുരുമ്പാകുന്ന അന്ധവിശ്വാസങ്ങളും നമുക്ക് പറ്റില്ല, പോയില്ല എന്നുള്ള ലിമിറ്റിംഗ് ബിലീഫ്സുമാണ് നമ്മളെ തകർക്കുന്നത് എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ പ്രോമിസ് ചെയ്യുക: ഐ ആം റെഡി ടു ടേക്ക് ദ ചലഞ്ച്. ഐ ആം റെഡി ടു ടേക്ക് ദ ചലഞ്ച്. ഞാൻ എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്താൻ തയ്യാറാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഈ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ വലിയ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക. എഴുതി വെച്ചതെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.